ഹായ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ ഫ്രൈ ആണ്. അപ്പം അതിനായിട്ട് ആദ്യം നല്ല വൃത്തിയാക്കിയ കുറച്ച് കോളിഫ്ലവർ എടുക്കുക. ഇത് നമുക്കൊന്ന് വേവിക്കണം. അപ്പോൾ 2 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ടിട്ട് 2 മിനിറ്റ് വേവിക്കണം. അതിന് മുന്നേ നമുക്ക് മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ടൊരു ബൗളെടുക്കാം. അതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കോൺഫ്ലവർ, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലി ആകുമ്പോൾ നല്ല കളർ ഉണ്ടായിക്കോളും, എരിവ് കുറവാകും. പിന്നീട് കുറച്ച് കടലമാവ്. ഇത് ഓപ്ഷനാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഉപ്പ്, കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി. ഇതൊക്കെ കൂടി കുറച്ച് തൈര് മിക്സ് ചെയ്തിട്ട്, തൈര് വേണമെങ്കിൽ ചേർത്താൽ മതി. തൈര് മിക്സ് ചെയ്യണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് പേസ്റ്റ് മാതിരി, നല്ല ലൂസാകും പാടില്ല, നല്ല കട്ടി വേണ്ട, നല്ല ലൂസ് വേണ്ട, അങ്ങനത്തെ ഒരു പരുവത്തിന്. പിന്നെ നമുക്ക് ഈ കോളിഫ്ലവർ ഒരു 2 മിനിറ്റ് അടച്ച് വേവിക്കാം. പിന്നെ ഈ വേവിച്ച് വെച്ച കോളിഫ്ലവർ ഈ മസാലയൊക്കെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 10-15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാൽ അതിൻ്റെ മസാല ഒക്കെ നന്നായിട്ട് ഈ കോളിഫ്ലവറിൽ പിടിക്കണം. അതിന് ശേഷം നമ്മളൊരു കടായി എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണ നല്ല ചൂടാവണം. വെളിച്ചെണ്ണ നല്ല ചൂടായാൽ ഈ കോളിഫ്ലവർ എടുത്തിട്ട് ഇതിലേക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് അപ്പം തന്നെ ഇളക്കരുത്. അപ്പം തന്നെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മസാല ഒക്കെ ഇതും പൊടിക്കാതെ പോകും. അപ്പോൾ കോളിഫ്ലവർ മാത്രമായിട്ട് നമുക്ക് കിട്ടും. ഇതിന് മസാല പിടിക്കാനും വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഇട്ട പാടിനെ ഇളക്കരുത്. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത് നല്ല ഇഷ്ടമാവും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അവർക്ക് ഈവനിങ് സ്നാക്സായിട്ട്, സ്കൂളിൽ വരുമ്പോൾ ഈവനിങ് സ്നാക്സായിട്ടൊക്കെ കൊടുക്കാം. പിന്നെ ലഞ്ച് ബോക്സിലും കൊടുക്കും. പിന്നീട് ഇത് കോരി മാറ്റുക. ഇത് കുറച്ച് കെച്ചപ്പൊക്കെ ഒഴിച്ച് ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസുമായിട്ട് വരാം. താങ്ക് യു.